ഈ തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ ആളിറക്കുമ്പോൾ ഈ തൊട്ട് ബാക്കിലുള്ള വണ്ടി ഒരു കുറഞ്ഞ സമയം ഡിലേ ആയി. അവർക്ക് പെട്ടെന്ന് പോകാനുള്ള തടസ്സം വന്നു. അപ്പോൾ അതിൽ പ്രകോപിതരായിട്ടാണ് വണ്ടി അടിച്ചതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പോൾ ബോംബർ ഇതൊക്കെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുകയും പോലീസ് ഇപ്പോൾ കുറച്ച് വൈകിട്ടാണ് എത്തി. അവർ പറഞ്ഞ് ഞങ്ങൾ അവരെ ചേസ് ചെയ്ത് പിടിച്ചു, അതുകൊണ്ടാണ് വൈകിയെന്നും പറഞ്ഞു. ഇപ്പോൾ പൊട്ടാത്തൊരു ബോംബ് ഇവിടെ കിടക്കുന്നുണ്ട്, ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഒരാൾ പരിക്ക് പറ്റിയ ഒരാൾ ഹോസ്പിറ്റലിലുണ്ട്, അതായത് അവരെ സംഘത്തിലുള്ള ഒരാൾ. കല്യാണ മണ്ഡപത്തിലേക്ക് വന്ന ബസ്സായിരുന്നു. അപ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ ഇറക്കുന്ന സമയത്ത് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് കഴിഞ്ഞ് ബസ് പമ്പ് വഴി തിരിക്കുന്ന സമയത്ത് ഒരു 4 പേര് വന്ന് ബസ്സിലുള്ള ക്ലീനറെ തള്ളുകയും പിന്നെ ആ ഒരു ചെറിയൊരു സംഘർഷത്തിൽ ചെറിയൊരു 3 തോട്ട പോലത്തെ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് റോഡ് മേൽ കയറിയും ഒന്ന് പമ്പിൽ എത്തി, ഭാഗ്യവശാൽ പൊട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, സംഘർഷാവസ്ഥ നിലവിൽ ഇവിടെ നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ സ്പോട്ടിൽ തന്നെ അവിടെ പോവുകയും ചെയ്തു. ഷിഫ്റ്റ് കാറിലാണ് വന്നത്. ആ സംഘം സ്പോട്ടിൽ തന്നെ 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തു. ക്ലീനർക്ക് അത്യാവശ്യം നല്ല പരക്കും തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. രാഹുൽ KV സംഭവ സ്ഥലത്തുണ്ട്. രാഹുൽ, ഇതിലിപ്പോൾ പ്രതികൾ ആരോ അവർ പിടിയിലായിട്ടുണ്ട്. നേരത്തെ പ്രതികരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ബോംബല്ല, പന്നിപ്പടക്കമായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാകുന്നു. നമുക്ക് സംഭവ സ്ഥലത്തേക്ക് കൂടി എത്തുമ്പോൾ എന്താണ് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നത്? എന്താണ്, എന്തിൻ്റെ പേരിലായിരുന്നു ഈ ആക്രമണം? ഈ ഇത്രയും ആയുധങ്ങളുമൊക്കെ ആയിട്ട് ഈ സംഘം എവിടെ നിന്ന് വന്നതാണ്? ഇവരാരാണ്? പറയൂ. പക്ഷേ ആ പ്രതികളെ ഏതായാലും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുപ്രസിദ്ധ ഗുണ്ട ആട് ഷമീറും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് വെണ്ണക്കാട് ഉണ്ടായത്. ഇതാ ഈ ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബസ്സിൻ്റെ ചില്ലൊക്കെ തകർന്ന് കിടക്കുന്നത് കാണാം. ഇതിന് ബസ്സിന് നേരെ പന്നിപ്പടക്കമാണ് എറിഞ്ഞത്. ഒപ്പം തന്നെ കൈവശമുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് അടിച്ചാണ് ഈ ബസ്സിൻ്റെ ചില്ല് ഏതായാലും തകർത്തിട്ടുള്ളത്. ഒപ്പം 3 പടക്കമാണ് ആകെ എറിഞ്ഞത്. അതിലൊന്ന് പൊട്ടിയില്ല എന്നതുകൂടിയാണ്. പെട്രോൾ പമ്പിലേക്ക് ഈ പടക്കം ചെന്നു. അതേതായാലും പോലീസ് ഇപ്പോൾ എത്തി നിർവീര്യമാക്കിയിട്ടുണ്ട്. പൊട്ടിയ പടക്കത്തിൻ്റെ ഭാഗങ്ങളടക്കം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബസ്സിലെ ഡ്രൈവറെയും ക്ലീനറെയും ക്രൂരമായി തന്നെ ആക്രമിച്ചു. ഈ പമ്പിന് തൊട്ടടുത്ത കല്യാണ ഓഡിറ്റോറിയമാണ്. അവിടത്തേക്ക് വന്ന കല്യാണ സംഘത്തിൻ്റെ വാഹനമാണ്. ആളുകളെ അവിടെ ഇറക്കിയതിന് ശേഷം തിരിക്കുന്നതിന് വേണ്ടി പമ്പിലേക്ക് വന്നതാണ്. കുറച്ച് സമയം റോഡിൽ ഈ ബസ് തിരിക്കുന്നത് കൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു. അതിൽ പ്രകോപിതരായാണ് ആ പിന്നാലെ വന്ന കാറിലുണ്ടായിരുന്ന ആട് ഷമീർ അടക്കം ഉള്ള സംഘം ഇവരെ ആക്രമിച്ചത് എന്നുള്ളതാണ്. സംഭവത്തിൻ്റെ ദൃക്സാക്ഷി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പൊട്ടിയ പടക്കത്തിൻ്റെ ബാക്കിയാണ്. ഏതായാലും ദൃക്സാക്ഷി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അല്ലേ? ഗതാഗതക്കുരുക്ക് എന്ന് പറയുമ്പോൾ എത്ര സമയം ഉണ്ടായിട്ടുണ്ടാവും? ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ ഇവിടെ യാത്രക്കാരെ ഇറക്കുന്ന സമയത്ത്. ആ സമയത്ത് യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം പമ്പിൽ വന്ന് വണ്ടി തിരിക്കുന്ന സമയത്ത് ബ്ലോക്ക് ഇട്ട് ഒരാൾ വന്ന് ക്ലീനർ വന്ന് അടിച്ചിറക്കി. പിന്നെ 3 പേര് വന്ന് ഗ്ലാസ് പൊട്ടിക്കുകയും ക്ലീനറെ ആക്രമിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ പോലെ കയ്യിലൊരു 3 ബോംബ് ഉണ്ടായിരുന്നു. അത് 2 എണ്ണം എറിഞ്ഞ് പൊട്ടിച്ചു. ഒന്ന് ഭാഗ്യത്തിന് പൊട്ടിയിട്ടില്ല. അപ്പോൾ പമ്പിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് പോയി പെട്രോളിൻ്റെ ബെൻഡ് പൈപ്പിന് അതിനെത്തിയത്. ഭാഗ്യത്തിന് വലിയൊരു അപകടത്തിൽ നിന്നാണ് നാട്ടിലെല്ലാവരും രക്ഷപ്പെട്ടത്. ഏകദേശം 16 ലിറ്ററോളം സ്റ്റോക്ക് പെട്രോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഇറങ്ങിയ 2 ബോംബും പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ റോഡ് കാണാം. 2 പടക്കവും ബോംബും ബസ്സിന് നേരെ എറിഞ്ഞല്ലേ? ബസ്സിന് നേരെ അറിഞ്ഞത്. മറ്റേതൊന്ന് തെന്നി മാറി പമ്പിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് എത്താണ് ചെയ്തത്. ഈ ഗതാഗതക്കുരുക്കുണ്ടായതിലെ പ്രകോപനം തന്നെയാണല്ലേ? നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? അതെ, അത്യാവശ്യം ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രകോപനമാണെന്നാണ് അവരങ്ങോട്ട് തമ്മിലുള്ള സംസാരത്തിൽ മനസ്സിലായത്. ആദ്യമേ വാക്കുതർക്കം ഉണ്ടായോ? ആദ്യമേ വാക്കുതർക്കം ഉണ്ടായി. അതിനുശേഷം ക്ലീനറെ ഇറക്കി ബാക്കി സംഘർഷം ഉണ്ടായാണ് ചെയ്തത്. ക്ലീനറെ ക്രൂരമായി മർദ്ദിക്കുന്നത് നമുക്ക് ആ മൊബൈൽ വിഷ്വലൊക്കെ കാണുന്നത് അല്ലേ? അതെ. ഇവർ കൈവശം കമ്പിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് വണ്ടി നിറങ്ങിയതാണോ? അവർ കൈവശം ഒന്നുമില്ലായിരുന്നു. പിന്നെ ക്ലീനറുടെ കയ്യിൽ അവരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടൊരു മോപ്പ് ഉണ്ടായിരുന്നു, ഒരു വടി ഉണ്ടായിരുന്നു. അത് വാങ്ങി ക്ലീനറെ മർദ്ദിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഇവിടുന്ന് പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് അവരെ ചേസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആട് ഷമീർ പ്രസിദ്ധ ഗുണ്ട എന്നാണ് പറയുന്നത്. അതങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് തക്കതായ ശിക്ഷ കിട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നത്. കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു പട്ടാപകൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ ഭയങ്കര ഇതാണല്ലോ. നിങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ സംഭവത്തിന് ശേഷം അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ നാട്ടുകാരെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവമല്ലേ? അതെ. ഇതിപ്പം ആരോടും ഇപ്പം പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നുകിൽ എൻഡിഎംഎ അല്ലെങ്കിൽ കഞ്ചാവ് അല്ല ബോംബ്, ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഇവിടെ. വളരെ ഇത് എന്തുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്? ഇവരെ വീണ്ടും വിടുക, ഒരാഴ്ച കൊണ്ട് കോടതി ജാമ്യം എടുത്തിട്ട് വിടുക. പിന്നെ ഇവർക്ക് അത് ഒരു എക്സ്പീരിയൻസ് ആയില്ലേ?
ചില പമ്പിലേക്ക് വന്ന പടക്കമൊക്കെ പൊട്ടാതെ പോയത് രക്ഷയായില്ലേ? അതെ അതെ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ എടുത്ത് പുറത്തേക്ക് കളഞ്ഞത് കൊണ്ട് അവിടുന്ന് പൊട്ടാത്തൊന്ന് കഴിച്ചില്ലായി. നിങ്ങളാണോ പോലീസിനെ വിളിച്ചത്? അതെ, പോലീസിനെ സ്പോട്ടിൽ തന്നെ വിളിച്ചു വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്ക് ആ സ്പോട്ടിൽ തന്നെ പോലീസ് പ്രതികരിക്കുകയും ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ പറ്റുകയും ചെയ്തു. അതുപോലെ ഈ നാടിനെ സംബന്ധിച്ച് ഏറെ ഞെട്ടൽ തന്നെയാണ്. പട്ടാപ്പകലാണ് ഈ വിധത്തിലുള്ളൊരു ആക്രമണം നടന്നതും. സ്പോട്ടിൽ ഈ ബസ്സിൻ്റെ ചില്ല് തകർന്നതൊക്കെ ഈ പമ്പിൻ്റെ ഭാഗത്ത് കാണാം. ഒപ്പം തന്നെയാണ്. പക്ഷേ ഇത് ഈ ബസ്സിന് നേരെ എറിഞ്ഞ പടക്കത്തിൻ്റെ ഭാഗമാണ്, പൊട്ടിയതിൻ്റെ അവശിഷ്ടമാണ്. ഇതും ഇവിടെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഈ ദൃക്സാക്ഷി പറഞ്ഞതുപോലെ തന്നെ ഒരു പടക്കം പൊട്ടാതെ പെട്രോൾ പമ്പിലേക്കാണ് പോയത്. അത് കൃത്യസമയത്ത് എടുത്ത് മാറ്റി. അതുകൊണ്ട് ആ വിധത്തിലുള്ള മറ്റ് അപകടങ്ങളും ഉണ്ടായിട്ടില്ല. ഈ പ്രതികളെ കാർ പിന്തുടർന്ന് കൊടുവള്ളി പോലീസ് ഏതായാലും പിടികൂടിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലാണ്. മർദ്ദനമേറ്റ ബസ്സിലെ ഡ്രൈവറും ക്ലീനറും തൊട്ടടുത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയുണ്ട്. അവിടെ ചികിത്സ തേടിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് പോലീസ്. ഇവരുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും പ്രതികളെ കാർ പിന്തുടർന്ന് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഹുൽ, ഈ നടു റോട്ടിലാണ്. നേരത്തെ അവിടെ നിന്ന് ആ ചേട്ടൻ സംസാരിച്ച പോലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം റോട്ടിലേക്ക് ഇറങ്ങാൻ പേടിക്കേണ്ട അവസ്ഥയാണ്. ഒന്ന്, നേരത്തെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ആട് ഷമീറൊക്കെ ഒരു വലിയ കുറ്റവാളിയാണ്, ക്രിമിനലാണ്. അയാളൊക്കെ വന്നിട്ട് നടു റോട്ടിൽ വന്ന് നടത്തുന്ന അക്രമം കാണുകയാണ്. നമ്മൾ സിനിമയൊന്നുമല്ല, ജീവിതമാണ്. കൊടുവള്ളി ടൗണിലാണ്, നഗരത്തോട് ചേർന്ന പ്രദേശത്താണ്, ഈ ദേശീയപാതയിലാണ് ഈ ഗുണ്ടായിസ് നടക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ദേശീയപാതയിലാണ് ഈ സംഭവം നടക്കുന്നതെന്നൊക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. അവിധത്തിൽ അതാണ് കാറിൽ സഞ്ചരിക്കുന്ന സംഘം കൈവശം അവരുടെ പടക്കം അതുപോലെ മറ്റ് ഇരുമ്പുവടിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ആട് ഷമീറാണ് നിരവധി കേസിൽ പ്രതിയായ ആളാണ്. അതുകൊണ്ടാണ് ഈ സഞ്ചരിക്കുന്ന സമയത്ത് വിധത്തിലുള്ള ആയുധങ്ങളൊക്കെ കൈവശം വെച്ച് പോകുന്നത് എന്നുകൂടിയാണ്. ഏതായാലും ഈ കൊടുവള്ളിക്കാരെ സംബന്ധിച്ച്, വെണ്ണക്കോട് ആളുകളെ സംബന്ധിച്ച് ഏറെ ഞെട്ടലോടുകൂടി തന്നെയാണ് അവർ ഈ സംഭവം കേട്ടതും ഈ സംഭവം അറിഞ്ഞ് കുറേ ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയും ഒക്കെ ചെയ്തതും. നിങ്ങൾ കൊടുവള്ളിക്കാരനാണോ? അറിയില്ല, എന്താ അറിയില്ല, സംഭവം അറിയില്ല അല്ലേ? ചേട്ടാ, നിങ്ങളൊക്കെ ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മളിപ്പോൾ വന്ന ഞാൻ വേറെ ബസ് വെച്ച് നോക്കാൻ വേണ്ടി വന്നാ. നിങ്ങൾ ആ ബസ് മാറ്റിയിട്ടല്ലേ? അത് ഡ്രൈവർ ആയതുകൊണ്ട്, വണ്ടി ഓടുന്നതായതുകൊണ്ട് വെച്ചാൽ മാറ്റി. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ നട്ടുച്ചക്കൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ അതാണ് വലിയൊരു നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ. ഇതിനിപ്പോൾ വന്നിട്ടുള്ളൂ, വണ്ടി മാറ്റി വെച്ചെന്നുള്ളൂ. അറിഞ്ഞിട്ട് വന്നാ? അത് അറിഞ്ഞിട്ടുള്ളൂ. എന്താ സംഭവം അറിയാം. നമുക്ക് ഡ്രൈവർമാർ അതുകൊണ്ട് വന്നാ. ഡ്രൈവറാണ് ഞങ്ങൾക്ക് ഡ്രൈവർമാർ. ഈ നാട്ടുകാരനല്ലേ? അതെ അതെ അതെ. ഇവിടെ ഈ മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത, കേട്ടിട്ട് പോലും ഇല്ലാത്ത സംഭവമല്ല ഇതുവരെ ഇല്ല. ഇത്രയും കാലമായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ബ്ലോക്ക് ആകണമൊക്കെ സാധാരണ അല്ലേ? അത് 10 മിനിറ്റ് നേരം മറ്റു ബ്ലോക്ക് ആയിട്ടുള്ളൂ അല്ലേ? അതന്നെ അങ്ങനെ പറയുന്നുണ്ട്. 10 മിനിറ്റോ 5 മിനിറ്റോ എത്ര മിനിറ്റ് ആയാലും വണ്ടി നച്ചു വിളിക്കാൻ മാത്രമല്ലല്ലോ. തച്ചു വിളിച്ചു അല്ല, പടക്കമൊക്കെ എറിഞ്ഞു. മാർഗായുധങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ പറയുന്ന പോലെ അറിയാം. ആട് ഷമീർ എന്നൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഏതായാലും ഞെട്ടലിൽ തന്നെയാണ് നാട്. പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. അവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി ഇനി ഈ വിധത്തിൽ കുറ്റങ്ങൾ ആവർത്തിക്കാത്ത വിധത്തിൽ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ബസ്സിൽ വന്നിട്ടുള്ള വിവാഹ സംഘം, അവരവിടെ കണ്ടക്ടറും ക്ലീനറും ആക്രമിക്കപ്പെട്ടു. ബാക്കിയുള്ള ആളുകൾ അവിടെ നിന്ന് എങ്ങനെ പോയി? പിന്നീട് അവർക്ക് മറ്റൊരു ബസ് ഏർപ്പെടുത്തുകയായിരുന്നു. ഓക്കെ, പക്ഷേ ആ സംബന്ധിച്ച് നാട്ടുകാരോട് കൂടുതൽ ചോദിക്കാം. ചേട്ടാ, നിങ്ങൾ ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നോ? വിഷയം കേട്ടാണ് നമ്മൾ എത്തിയത്. ഈ കല്യാണത്തിന് വന്ന ആൾക്കാർ പിന്നെ എങ്ങനെ പോയി? കല്യാണം വേറൊരു ബസ് ഏർപ്പാട് ചെയ്ത് കൊടുത്താണ് അവർ. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു ആക്രമണം ഉണ്ടാകുന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ്? ഇത് തീർത്തും എന്ന് പറഞ്ഞാൽ വളരെ നടക്കുണ്ടാക്കുന്ന സംഭവമാണല്ലോ. പ്രത്യേകിച്ച് പറഞ്ഞാൽ പെട്രോൾ പമ്പാണ്. പെട്രോളും ഗ്യാസും തൊട്ടടുത്ത് ഹോസ്പിറ്റലും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഏതായാലും വലിയ ദുരന്തത്തിൽ നിന്നാണ് നാട് രക്ഷപ്പെട്ട്. എന്നുവെച്ചാൽ ഓർത്തിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പൊട്ടുകയാണെങ്കിലുള്ള അവസ്ഥ വലിയ ദുരന്തമാണ് നാട്ടിൽ സംഭവിക്കാം. ഏതായാലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതാണ്. ഈ ഇവിടെ പട്ടാപ്പകൽ ഇതുപോലെ ദേശീയപാതയുടെ സൈഡിൽ ഇതുപോലെ ഒരു സംഘം വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, ബോംബ് പടക്കേറിയ, ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത്. അതെ, അതും വന്ന ഒരു നിസാര കാരണത്തിൻ്റെ പേരിൽ, ഒരു മിനിറ്റ് അവിടെ ബ്ലോക്ക് ആയി എന്നുള്ള കാരണത്തിൻ്റെ പേരിലാണ്. അല്ല മറ്റ് വിഷയങ്ങളൊന്നും ഇതിലില്ല. ഈ ബസ് എന്ന് പറഞ്ഞാൽ പടനിലം ഭാഗത്തുനിന്ന് കയറി ഇങ്ങോട്ട് വന്ന ഒരു ബസ്സാണ്. അന്നപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് നേരം വൈകി പോയുള്ള വിഷയം വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട്
പ്രത്യേകിച്ച് എന്നാൽ നമുക്കറിയാം, നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ പലയിടത്തും മണിക്കൂറുകളോളം ബ്ലോക്ക് പെടുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇത്തരം ഒരു ചെറിയ ചുരുങ്ങിയ സമയത്ത് ബ്ലോക്ക് കൊണ്ട് ഇത്രയും പ്രകോപനപരമായിട്ട് അടിയും ബോംബേറൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് വളരെ ഒരു നടുക്കം വിട്ടുമാറാത്ത ഒരു സ്ഥിതിയാണ്. ഏതായാലും വലിയ ദുരന്തത്തിൽ നിന്നാണ് നാട് രക്ഷപ്പെട്ടത്. ഏതായാലും ഇങ്ങനെയൊന്നും ഇനിയും ഉണ്ടാവരുത്. തീർച്ചയായിട്ടും ഇങ്ങനെ നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ വാളും വടിയും ബോംബും ഒക്കെ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട് എങ്ങോട്ടാ എത്തുക? ശരി. ഏതായാലും അതാണ് അക്ഷയ വിവാഹത്തിന് വന്നവരെ ഓഡിറ്റോറിയത്തിൽ ഇറക്കിയതിന് ശേഷം ബസ് തിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം ബ്ലോക്ക് ഉണ്ടായി എന്ന കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമം ഇവിടെ അരങ്ങേറിയത്. ആ സംഘം ഏതായാലും അവർ മറ്റൊരു വാഹനത്തിൽ തിരിച്ചു പോയിട്ടുണ്ട്. പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. ഞെട്ടലാണ് നാട്ടുകാർ. ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നാണ് നാട്ടുകാർ ഓരോരുത്തരും പറയാനുള്ളത്.